നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിനു സമീപം, പുത്തൂർ. SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. അനധികൃതമായി നികത്തിയ ഭൂമി സർക്കാർ ചെലവിൽ പൂർവ്വസ്ഥിതിയിലാക്കി ആയതിനു ചിലവായ തുക ഭൂ ഉടമയിൽ നിന്ന് ഈടാക്കുമെന്ന് മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു. ലോക ലഹരി വിരുദ്ധ ദിനം. വിവിധ വിദ്യാലയങ്ങളും സംഘടനകളും റാലിയും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. പുത്തൂർ പഞ്ചായത്തിന്റെ ഞാറ്റുവേല ചന്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ ജനങ്ങളിൽ നിന്നും അനർഹമായി വാങ്ങിയ നികുതി തിരികെ കൊടുക്കണമെന്ന് UDF നേതാവ് രാജൻ പല്ലൻ. വാർത്തകൾ വിശദമായി. അനധികൃതമായി നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്തുന്നവരുടെ ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കി ആയതിന്റെ ചിലവ് ഭൂ ഉടമയിൽ നിന്നും റവന്യൂ റിക്കവറി വഴി ഈടാക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു. അനധികൃതമായി ഭൂമി നികത്തുന്നതായി നിരവധി വാർത്തകൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 13 ഉപയോഗപ്പെടുത്തി ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. ആയതിനായി 2,40,28,800 രൂപയുടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. 2 കോടി രൂപ റിവോൾവിംഗ് ഫണ്ടായി സർക്കാർ മാറ്റിവെച്ചു. നികത്തിയ മണ്ണ് സർക്കാർ തന്നെ നീക്കം ചെയ്ത് ചെലവായ തുക ഭൂ ഉടമയിൽ നിന്ന് റവന്യൂ റിക്കവറി വഴി ഈടാക്കുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. അനധികൃതമായ ഭൂമി നികത്തൽ പലയിടത്തും വ്യാപകമായി വരുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. സാർ, സെക്ഷൻ 13 ഉപയോഗപ്പെടുത്തി അനധികൃതമായ മണ്ണ് മാറ്റി പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടി ഇപ്പോൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. സാർ, 2,49,28,800 രൂപയുടെ പ്രപ്പോസലാണ് 14 ജില്ലകളിൽ നിന്നായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സാർ, ഈ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ഡിമാൻഡിലൂടെ 2 കോടി രൂപ ഒരു റിവോൾവിംഗ് ഫണ്ടായി ഈ ആവശ്യത്തിനായി മാറ്റിവെക്കുകയും ആ മാറ്റിവെച്ച സംഖ്യ സർക്കാർ തന്നെ ഇടപെട്ട് മണ്ണു മാറ്റിയത് പൂർവ്വസ്ഥിതിയിലാക്കുകയും ആരാണോ ഭൂമിയുടെ ഉടമസ്ഥൻ അയാളുടെ കയ്യിൽ നിന്ന് RR ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ തിരിച്ചുപിടിക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് സാർ ആ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ആത്മവിശ്വാസവും ലക്ഷ്യബോധവും നഷ്ടപ്പെട്ടതാണ് ലഹരിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന പ്രധാന കാരണമെന്ന് യുദ്ധസേവാ മെഡൽ ജേതാവ് ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ജീവിത ലക്ഷ്യ സാക്ഷാത്കാരത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ അവരെ പരിശീലിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 24 കേരള ബറ്റാലിയൻ NCCയുടെ ജില്ലാതല ലഹരി വിരുദ്ധ ദിനാചരണം തൈക്കാട് BR അപ്പു മാസ്റ്റർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ ഷിൽവ ജോഷി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ 24 കേരള ബറ്റാലിയനിലെ മേജർ PJ സ്റ്റൈജു ലഹരി വിരുദ്ധ സന്ദേശം നൽകി. സ്കൂൾ മാനേജർ VB ഹീരാലാൽ, പ്രിൻസിപ്പൽ ജിത്ത മോൾ P പുല്ലേലി, സൈനികരായ ഷംസുൽ റഹ്മാൻ, രഞ്ജിഷ് TR, ലഫ്റ്റനന്റ് അബ്ദുൾ അസീസ്, പ്രധാനാധ്യാപിക ചിത്ര R നായർ എന്നിവർ പ്രസംഗിച്ചു. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. 24 കേരള ബറ്റാലിയൻ NCCയുടെ ആഭിമുഖ്യത്തിൽ കോളേജ്, പോളിടെക്നിക്, സ്കൂൾ മേഖലകളിലെ വിവിധ NCC യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ വിവിധങ്ങളായ ലഹരി വിരുദ്ധ പരിപാടികൾ സംഘടിപ്പിച്ചതായി കമാൻഡിംഗ് ഓഫീസർ കേണൽ RL മനോജ് അറിയിച്ചു. കേരള സിറ്റി പോലീസ് പലപ്പോഴായി പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ ലഹരി വിരുദ്ധ ദിനത്തിൽ കത്തിച്ചു കളഞ്ഞു. സിറ്റി പോലീസ് പരിധിയിലുള്ള വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് പിടിച്ചെടുത്ത കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, മെത്താഫെറ്റമിൻ എന്നിവയാണ് ബുധനാഴ്ച രാവിലെ പാലിയേക്കര ചിറ്റിശ്ശേരിയിലെ സ്മരണ ഓട്ട് കമ്പനി ചൂളയിൽ നശിപ്പിച്ചത്. 1288 കിലോ കഞ്ചാവ്, 956 ഗ്രാം ഹാഷിഷ് ഓയിൽ, 71.60 ഗ്രാം മെത്താഫെറ്റമിൻ എന്നിവയാണ് കത്തിച്ചത്. കോടതിയുടെ അനുമതിയോടെയാണ് ലഹരി വസ്തുക്കൾ നശിപ്പിക്കുന്നതെന്നും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന് ഊന്നൽ നൽകുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ പറഞ്ഞു. ജില്ലാ ക്രൈംബ്രാഞ്ച് ACP മനോജ് കുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP KA തോമസ്, ASI സനീഷ്, വനിതാ സിവിൽ പോലീസ് ഓഫീസർ ഷിഫാന എന്നിവരുടെ നേതൃത്വത്തിലാണ്
ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത്. സ്റ്റേഷനുകളിലായിട്ട് ഒരു 10 കേസുകളായിട്ട് 280 കിലോളം വരുന്ന കഞ്ചാവ്, ഏകദേശം 1 കിലോനടുത്ത് വരുന്ന ഹാഷിഷ് ഓയിൽ, അങ്ങനെ 76 ഗ്രാം വരുന്ന MDMA. ഇതാണ് നമ്മൾ ഡ്രഗ് ഡിസ്പോസൽ കമ്മിറ്റിയിൽ കഴിഞ്ഞ ആഴ്ച ഓർഡർ ആയതും ഇന്ന് അത് ഡിസ്പോസൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അടുത്ത് നമ്മൾ പിടിക്കുന്ന കേസ് ആ പ്രൊസീജിയർ അനുസരിച്ച് സെറ്റിഫൈ ചെയ്തിട്ട് കമ്മിറ്റീൻ്റെ ഓർഡർ വരുന്ന മുറയ്ക്ക് മറ്റു ദിവസങ്ങളിൽ നാം ഇങ്ങനെ കത്തി നശിപ്പിക്കും. ഇത് നേരത്തെയും നാം ചെയ്തുകൊണ്ട് വരുന്നതാണ്. ഇപ്രാവശ്യം കോയിൻസിഡൻ്റലി ഈ ഡിസ്പോസൽ ഡേയും ഡ്രഗ് ഡേയും ഒറ്റ ദിവസം വന്നതുകൊണ്ട് ഇതിനൊരു പബ്ലിസിറ്റി കൊടുത്തിട്ട് ഒരു അവയർനെസ് എന്ന രീതിയിൽ നാം ചെയ്യുന്നുണ്ട്. മണ്ണുത്തി കൈലാസനാഥ വിദ്യാനികേതനിൽ ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് കൈലാസ വിദ്യാനികേതനും മണ്ണുത്തി പോലീസും സംയുക്തമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കൈലാസനാഥ വിദ്യാനികേതനിലെ കുട്ടികൾ ലഹരി സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന സന്ദേശം മനോഹരമായ ഒരു സ്കിറ്റിലൂടെ അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ അനിത എസ്, അഡ്മിഷൻ കോർഡിനേറ്ററായ സൗമ്യ എസ് നായർ, പരിപാടിയുടെ കോർഡിനേറ്ററും ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനുമായ മേജോ AS എന്നിവർ പങ്കെടുത്തു. ഇവർക്കിനെ പട്ടിക്കാട് സെന്റ് അൽഫോൺസ് സ്കൂൾ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം പ്രമാണിച്ച് നടത്തിയ റാലി PG പോലീസ് ASI സിജു ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജിജോ വള്ളൂപ്പാറ അധ്യക്ഷത വഹിച്ചു. ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അദ്ദേഹം കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. പ്രിൻസിപ്പൽ ബാബു ജോസ് തട്ടിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ റാലിയും ദൃശ്യാവിഷ്കരണവും നടത്തി. അധ്യാപക പ്രതിനിധി K കവിത, വിദ്യാർത്ഥി പ്രതിനിധി AP ആദർശ്, ആശിഷ് R ബേബി, അധ്യാപികമാരായ സന്ധ്യ സെബാസ്റ്റ്യൻ, KR രേഷ്മ, അനുമോൾ ഫ്രാൻസിസ്, EO ജെസ്സി, KR നിമിഷ, TA അഖിൽ കുമാർ എന്നിവർ നേതൃത്വം നൽകി. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണ്. ഇത് കുട്ടികളിൽ ഇതിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. കുട്ടികളുടെ വിദ്യാലയങ്ങളുടെ സമീപമുള്ള കടകളിലും ലഹരികളുടെ വർദ്ധന കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഡ്രഗ്സ് പറയാനുള്ള ഒരു സാധ്യത കുട്ടികൾക്കുണ്ടാവും. അതിൻ്റെ അവയർനെസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര പൈനും ആയിട്ട് സെൻറ്റ് ആൽഫോൺസ് സ്കൂളിൽ കുട്ടികൾ ചേർന്നിരിക്കുന്നത്. കുട്ടികൾക്ക് എല്ലാ ഭാവങ്ങളും വേൾഡ് ആൻറ്റി ഡ്രഗ്സ് ഡേ ആചരിക്കുന്ന ജൂൺ 26-ാം തീയതി സമൂഹത്തിന് ഈ തിന്മയ്ക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം നടക്കുക എന്ന ലക്ഷ്യത്തോടെ സെൻറ്റ് അൽഫോൺസ പബ്ലിക് സ്കൂൾ പട്ടിക്കാടിലെ വിദ്യാർത്ഥികൾ ഒന്നു ചേർന്ന് സമൂഹത്തെ ബോധവൽക്കരിക്കാനായി പട്ടിക്കാട് സെൻറ്ററിൽ വെച്ച് ആൻറ്റി ഡ്രഗ്സ് ഡേ ആചരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തെ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്ന, തിന്മയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഈ വിപത്തിനെതിരെ സമൂഹം ഉണർന്നെഴുന്നേൽക്കേണ്ട സമയമായിരിക്കുന്നുവെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ലഹരി വിമുക്ത ദിനമായിട്ട് ആചരിക്കാനായിട്ട് സ്കൂൾ അധികൃതർ തയ്യാറായിരിക്കുന്നത്. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പട്ടിക്കാട് സെയിൻറ്റ് അൽഫോൺസ് സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് ഒരു പബ്ലിക്കിനെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി നമ്മളൊരു മയം ഇവിടെ ഒരുക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഇതിൻ്റെ വലിയൊരു ആവശ്യമായിട്ട് തന്നെ നമ്മൾ കാണുന്നു എന്നുള്ളതുകൊണ്ട് നമ്മുടെ സ്കൂൾ കുട്ടികളെ മാത്രമല്ല പബ്ലിക്കിലെ യുവതലമുറയെയും ഇതിൽ യുവത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് വലിയൊരു സന്ദേശം കൊടുക്കുക ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിനായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. പൂച്ചട്ടി AKM HSS സ്കൂളിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ദിനം വാർഡ് മെമ്പർ PK അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തൃശൂർ എക്സൈസ് ഇൻസ്പെക്ടർ U സതീഷ് കുമാർ മുഖ്യ സന്ദേശം നൽകി. വിമുക്തി ജില്ലാ കോർഡിനേറ്റർ
കുട്ടികൾക്കായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. തുടർന്ന് പൂച്ചട്ടി, എരവിമംഗലം എന്നിവിടങ്ങളിൽ കുട്ടികൾ ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്നതിന്റെ ഭാഗമായി ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. പ്രായത്തിന്റെ പക്വതയില്ലായ്മയും ഈ അവസ്ഥയിലേക്ക് പലരെയും എത്തിക്കുന്നതിൽ പ്രധാന കാരണമാകുന്നുണ്ട്. ആഗോള ബഹുമായി ലഹരിക്കെതിരായ പ്രതിഷേധ സമരങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും വർദ്ധിച്ചു വരുമ്പോഴും ജനങ്ങൾക്കിടയിലുള്ള ലഹരിയുടെ സ്വാധീനം അതിനാനുപാതികമായി വളർന്നു വന്നത് ആശയം ഉണർത്തുന്ന കാര്യമാണ്. നിങ്ങൾ ഈ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ലഹരി വിരുദ്ധ ദിനം തിരിച്ചറിയേണ്ട 2 വാക്കുകളുണ്ട്. ഒന്ന് ഇംഗ്ലീഷിൽ, മലയാളത്തിൽ സന്തോഷം എന്ന് പറയും, ഇംഗ്ലീഷിലാണെങ്കിൽ പ്ലഷർ എന്നും ഹാപ്പിനെസ് എന്നും പറയും. കേട്ടിട്ടുണ്ടോ? അപ്പൊ പ്ലഷർ എന്നും ഹാപ്പിനെസ് എന്നും പറയുന്ന കാറ്റഗറിയിൽ 2 ജീവിതത്തിൽ എല്ലാവരും സന്തോഷം വേണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികളാണ്. അപ്പൊ കുട്ടിയിലെ തന്നെ എന്ത് ചെയ്യും? സന്തോഷം കിട്ടുന്നതിന് വേണ്ടി വഴികൾ അന്വേഷിക്കും. നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലല്ല, നമ്മുടെ തലച്ചോറിൽ സന്തോഷത്തിന് 2 ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് ഉള്ളത്. ഒന്ന് സെറോട്ടോണിൻ പാത്വേ എന്ന് പറയുന്ന ഒരു ഹാപ്പിനെസ് തരുന്നതും, ഡോപ്പമിൻ പാത്വേ എന്ന് പറയുന്നത് പ്ലഷർ തരുന്നതുമായ കാര്യങ്ങളാണ്. പുത്തൂർ പഞ്ചായത്തിൽ ആരംഭിച്ച ഞാറ്റുവേല ചന്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ കാലടിയിൽ ആരംഭിച്ച ചന്തയിൽ നിന്ന് വിവിധ തരം തൈകൾ, വിത്തുകൾ എന്നിവ ആവശ്യക്കാർക്ക് സൗജന്യമായി ലഭിക്കും. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, പുത്തൂർ പഞ്ചായത്ത് സഹകരണ സംഘങ്ങൾ, ക്ഷീര സഹകരണ സംഘങ്ങൾ, പുത്തൂർ കുടുംബശ്രീ CDS, പാടശേഖര സമിതികൾ, വിവിധ സംരംഭകർ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഞാറ്റുവേല ചന്ത ആരംഭിച്ചത്. പുത്തൂർ കാലടിയിൽ നടത്തിയ പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലുക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി നടീൽ വസ്തുക്കളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇന്നത്തെ പുതുതലമുറയെ കാർഷിക മേഖലയിലേക്ക് എത്തിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്നും നമ്മുടെ നാട്ടിൽ കൃഷിക്ക് കൂടുതൽ ഉണർവ് നൽകിയാൽ പച്ചക്കറികൾക്കായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ലെന്നും ഇത്തരമൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് സർക്കാർ ഇന്ന് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ സഹായങ്ങൾ നൽകുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ VS പ്രിൻസ് പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ നളിനി വിശ്വംഭരൻ, ലിബി വർഗീസ്, PS സജിത്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PC സത്യവർമ്മ, PG ഷാജി, ഉണ്ണികൃഷ്ണൻ ഞാറ്റുവെട്ടി, കുടുംബശ്രീ ചെയർപേഴ്സൺ സതി പുഷ്പാകരൻ, കൃഷി ഓഫീസർ CR ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു. ജൂൺ 26 മുതൽ 30 വരെ നടത്തുന്ന ഞാറ്റുവേല ചന്തയിൽ നിന്ന് വിവിധ തരം തൈകൾ, വിത്തുകൾ എന്നിവ ആവശ്യക്കാർക്ക് സൗജന്യമായി ലഭിക്കും. 30-ന് നടത്തുന്ന സമാപന സമ്മേളനം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ സംസ്കാരത്തെ ഒരു വലിയ വ്യത്യാസക്കാരുണ്ട്. നമ്മുടെ കുട്ടികളെ തൊട്ട് കൃഷിയുടെ പ്രാമുഖ്യം പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ട്. കൃഷിയില്ലെങ്കിൽ നമുക്കൊന്നുമില്ല, അല്ലേ? ചിപ്പുണ്ടായാലും അതുപോലെ തന്നെ എന്ത് വലിയ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ഉണ്ടായാലും ലോകം എത്രയേറെ പുരോഗമിച്ചാലും ഭക്ഷണം കിട്ടിയാലില്ല നമുക്ക് ഇതൊക്കെ നടക്കാനാവശ്യമായ ഊർജ്ജം. അതുകൊണ്ട് നമ്മുടെ കുട്ടികളോട് ആ ബോധ്യം കൂടി അവരുണ്ടാകുന്നില്ല. നമ്മുടെ ഇത്തരത്തിലുള്ള ഞാറ്റുവേല ചന്തകളും ഞാറ്റുവേല മഹോത്സവങ്ങളും ഒക്കെ ഈ ഒരു ചിന്ത നമ്മുടെ ഈ പുതിയ തലമുറയ്ക്കിടയിൽ രൂപപ്പെടാൻ പറ്റണം. പഴയ കാലത്തെ പോലെ ഒന്നല്ല.
പണ്ട് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പൂർവികന്മാർ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കൃഷിയുടെ അനുഭവങ്ങളാണ് പലതും നമ്മുടെ കയ്യിൽ, അല്ലേ? പ്ലാവ് നമ്മുടെ മുറ്റത്ത് കായ്ക്കുന്നത് നോക്കിയാൽ നമ്മുടെ അച്ഛൻ വെച്ചതാവും, മാവ് വെച്ചാൽ അങ്ങനെ. ഇപ്പൊ തന്നെ 3 കൊല്ലം തൃശൂർ കോർപ്പറേഷനിലെ കെട്ടിട നികുതി അടയ്ക്കുവാൻ സാധിക്കാത്തത് മൂലം ആയിരക്കണക്കിന് വ്യാപാരികൾക്ക് ലൈസൻസ് പുതുക്കുവാൻ സാധിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് കൗൺസിലർമാരുടെ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജൻ ജെ പല്ലൻ. നിലവിലുള്ള ലൈസൻസ് പുതുക്കുവാൻ ജൂൺ 30 വരെയാണ് സംസ്ഥാന സർക്കാർ സമയം അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ തൃശൂർ കോർപ്പറേഷനിലെ ആയിരക്കണക്കിന് കെട്ടിട ഉടമകൾക്ക് കെട്ടിട നികുതി അടയ്ക്കുവാൻ സാധിക്കാത്തത് മൂലം വ്യാപാരികൾക്ക് ലൈസൻസ് പുതുക്കുവാൻ സാധിക്കുന്നില്ല. ലൈസൻസ് പുതുക്കാത്തത് കൊണ്ട് GST അടക്കമുള്ള നിയമപരമായ കാര്യങ്ങൾ ചെയ്യുവാനും വ്യാപാരികൾക്ക് സാധിക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെയാണ് 2016 മുതൽ 2024 വരെയുള്ള ഗാർഹിക വ്യാപാര കെട്ടിടങ്ങൾക്ക് നികുതി അടയ്ക്കാൻ വരുന്നവർക്ക് 24% പലിശയാണ് തൃശൂർ കോർപ്പറേഷൻ ഈടാക്കുന്നത്. ഇത് കോർപ്പറേഷൻ റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും കോർപ്പറേഷൻ മേയർ അടക്കമുള്ള ഭരണ നേതൃത്വത്തിനും പറ്റിയ വീഴ്ചയാണെന്ന് ഓഡിറ്റിംഗ് ഒബ്ജക്ഷൻ ഉണ്ടായപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും ഭരണ നേതൃത്വത്തിൽ നിന്നും ഈ തുക കണ്ടെത്തണമെന്ന് തീരുമാനം പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഇപ്പോൾ യാതൊരു തെറ്റും ചെയ്യാത്ത ജനങ്ങളുടെ മേൽ ഭാരം അടിച്ചേൽപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആരോപിച്ചു. 2019 സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പൂഴ്ത്തിവെച്ചത് മൂലമാണ് നികുതിദായകർക്ക് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായതെന്നും ഇത് കോർപ്പറേഷൻ LDF നേതൃത്വം ജനങ്ങളോട് ചെയ്ത ക്രൂരതയും വഞ്ചനയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. തൃശൂർ കോർപ്പറേഷനെ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ മേയറും സംഘവും കോർപ്പറേഷൻ സെക്രട്ടറി അടക്കം റഷ്യൻ ടൂർ പോയിരിക്കുകയാണ്. നികുതിയുമായി ബന്ധപ്പെട്ട അദാലത്തുകൾ പ്രഖ്യാപിച്ചതിന് ശേഷം അതെല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് മേയറും സെക്രട്ടറിയും അടക്കമുള്ളവർ റഷ്യൻ ടൂർ പോയത്. ഇത് ജനങ്ങളോട് കാണിച്ച കടുത്ത അനീതിയാണ്. വ്യാപാരികൾക്ക് പിഴ കൂടാതെ ജൂൺ 30 ശേഷവും ലൈസൻസ് പുതുക്കുവാനുള്ള അവസരം നൽകണമെന്നും ജനങ്ങളുടെ കയ്യിൽ നിന്ന് അനർഹമായി വാങ്ങിയ നികുതിയുടെ പലിശ തിരിച്ചു കൊടുക്കണമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഭരണ നേതൃത്വത്തിന്റെയും കയ്യിൽ നിന്നും ആയത് കണ്ടുകെട്ടണമെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. മാർച്ച് 31 50% പേർക്ക് മാത്രമേ തൃശൂർ കോർപ്പറേഷനിലെ ഗാർഹിക വാണിജ്യ കെട്ടിട ഉടമകൾക്ക് നികുതി അടയ്ക്കാൻ സാധിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് സാധിച്ചില്ല എന്നുള്ള ചോദ്യമുണ്ട്. സാധിക്കാതിരുന്നത് തൃശൂർ കോർപ്പറേഷൻ്റെ ഭരണ നേതൃത്വത്തിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും വീഴ്ചയാണ്. വീഴ്ച എന്ന് പറഞ്ഞത് സഞ്ജയ് സോഫ്റ്റ്വെയറിൽ കയറ്റിയിട്ടുള്ള ഡാറ്റ എൻട്രികൾ മുഴുവൻ തെറ്റാണ്. റാൻഡം ചെക്കിംഗ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉന്നത ഉദ്യോഗസ്ഥന്മാർ ചെയ്തില്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. ആ ചെയ്യാത്തത് കൊണ്ട് സ്മാർട്ട് വന്നപ്പോൾ സഞ്ജയ് സോഫ്റ്റ്വെയറുമായി ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഉദാഹരണത്തിന് എൻ്റെ പേരിലുള്ള വീട് രാമനാഥൻ്റെ പേരിലാണ്, രാമനാഥൻ്റെ പേരിലുള്ള വീട് ലീല ടീച്ചറുടെ പേരിലാണ്. അങ്ങനെ എല്ലാം മാറിക്കെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നികുതി അടയ്ക്കാൻ പറ്റുന്നില്ല. മാർച്ച് 31 ഇവർക്ക് നികുതി അടയ്ക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ 24% പിഴപ്പലിശ ഇവർക്ക് ലാഭിക്കാമായിരുന്നു. ഏപ്രിൽ 1 മുതൽ ഇവർക്ക് പിഴപ്പലിശ അടക്കണം. ഇപ്പം ഈ നിൽക്കുന്നവരൊക്കെ പലിശയും പിഴപ്പലിശ അടച്ചിട്ടാണ് നിൽക്കുന്നത്. 10% സേവന നികുതി, ലൈബ്രറി സെസ് വേറെ. എന്തുകൊണ്ട് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെയും ഭരണ നേതൃത്വത്തിൻ്റെയും തെറ്റായ കാര്യങ്ങളെ കൊണ്ടാണ് ഇവർ ഈ പലിശയും പിഴപ്പലിശ അടയ്ക്കുന്നത്, അല്ലാതെ ഇവർ തെറ്റുകൊണ്ടല്ല. മറിച്ച് ഇവിടെ വ്യാപാരികൾ, ആയിരക്കണക്കിന് വ്യാപാരികൾക്ക് ലൈസൻസ് പുതുക്കാൻ പറ്റുന്നില്ല, ലൈസൻസ് അടയ്ക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? കെട്ടിട നികുതി അടച്ചാൽ മാത്രമേ ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ. ഈ കാണുന്ന കടയുടെ ഉടമസ്ഥൻ്റെ പേര് വർഗീസ് എന്നാണെങ്കിൽ ഇവിടുത്തെ രേഖയിൽ വേറെ മുകേഷ് എന്നാണ് പേര്. അങ്ങനെ തെറ്റായി കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ വ്യാപകമായ ക്രമക്കേടും കെടുകാര്യസ്ഥതയും വിളിച്ചറിയിക്കുന്നതാണ് ഇവിടെ നികുതിദായകരെ സംബന്ധിച്ചിടത്തോളം തൃശൂർ കോർപ്പറേഷൻ്റെ അവസ്ഥ. ജില്ലാ മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ഒല്ലൂരിൽ ഇരുചക്ര വാഹന റാലി സംഘടിപ്പിച്ചു. ഒല്ലൂർ ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി ഫാദർ ടിജോ മുള്ളക്കര ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് നടത്തിയ ഇരുചക്ര വാഹന റാലി എടക്കുന്നി, തലോർ, പാലിയേക്കര, ആമ്പല്ലൂർ, പുതുക്കാട്, കുറുമാലി, നന്ദിക്കര, നെല്ലായി, കൊടകര, പേരാമ്പ്ര, പോട്ട, ചാലക്കുടി എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ വിൻസെന്റ് മാളിയേക്കൽ, ജില്ലാ പ്രസിഡന്റ് ആന്റണി പന്തലുകാരൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ഈപ്പൻ കരിയാറ്റിൽ, സംസ്ഥാന യുവജന സമിതി കൺവീനർ മാർട്ടിൻ പെരേക്കാടൻ, ഹബീബുള്ള PM, KK ഗോവിന്ദൻ, സജീവൻ നടത്തറ, ജോൺ കുട്ടി, ബേബി പുതുശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. സ്കൂൾ ആൻഡ് ഫാൻസി ഐറ്റംസിന്റെ വലിയ ലോകം SR കളക്ഷൻസ് പുത്തൂർ.
ബാഗുകൾ, നോട്ട് ബുക്കുകൾ തുടങ്ങി എല്ലാ സ്കൂൾ ഐറ്റംസിനുമൊപ്പം ഫാൻസി ആഭരണങ്ങൾ, ഇമിറ്റേഷൻ ആഭരണങ്ങൾ, ലേഡീസ് ബാഗുകൾ, ഗിഫ്റ്റ് ആൻഡ് സ്പോർട്സ് ഐറ്റംസ്, ജെന്റ്സ് ആൻഡ് ലേഡീസ് ഫുഡ് വെയറുകൾ, ബർത്ത്ഡേ ഐറ്റംസ് തുടങ്ങിയവയുടെ വലിയ സെലക്ഷനുമായി SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിനു സമീപം, പുത്തൂർ. ന്യൂ ബോൺ ബേബി വെയേഴ്സ്, കുട്ടികൾക്കായുള്ള ടോയ്സ്, സൈക്കിളുകൾ തുടങ്ങിയവയ്ക്കൊപ്പം സ്റ്റീൽ ആൻഡ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കിച്ചൺ ഐറ്റംസ്, കസേരകൾ തുടങ്ങിയവയുമായി SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മള് വിട്ടൊന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വാർത്തകളിലേക്ക്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. അപകടത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാവിലെ 11 മണിയോടെ വടക്കാഞ്ചേരി വാഴാനി റോഡിലായിരുന്നു അപകടം. വിരുപ്പാക്ക സ്വദേശി 53 വയസ്സുള്ള അയ്യപ്പൻ വീട്ടുകാരുമായി വടക്കാഞ്ചേരിയിൽ നിന്നും മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലൂടെ മരം വീഴുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം തെറ്റിയ ഓട്ടോറിക്ഷ മറിഞ്ഞു. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന അയ്യപ്പന്റെ സഹോദരിക്കും പേരക്കുട്ടി 16 വയസ്സുള്ള ചിന്നുവിനുമാണ് പരിക്കേറ്റത്. അപകടത്തിൽ ഓട്ടോറിക്ഷയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. ഓട്ടോറിക്ഷയിൽ നിന്നും വൻതോതിൽ പുക ഉയർന്നതിനാൽ വടക്കാഞ്ചേരിയിൽ നിന്നുള്ള ഫയർഫോഴ്സും വടക്കാഞ്ചേരി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പരിക്കേറ്റവരെ വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞാൻ വടക്കായ ഓട്ടുകാർക്ക് ഇരുന്ന് വരികയായിരുന്നു. പെട്ടെന്ന് ഒരു മരം വന്ന് വണ്ടിയിലേക്ക് വീണു. അങ്ങനെ വണ്ടി മറന്നു. പരിക്കാർക്കൊക്കെ പരിക്കുറ്റിയേക്കണേ? പെങ്ങളുടെ മോൻ്റെ കുട്ടിക്കും പെങ്ങൾക്കും. വണ്ടി കത്തി പിടിച്ചോ?
വലിയ വണ്ടി സ്റ്റക്കായി. ഫയർഫോഴ്സ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഫയർഫോഴ്സ് വന്നു തീ പിടിക്കുന്നുള്ള ഇതിൽ. IES കോളേജ് ആർക്കിടെക്ചർ ചിറ്റിലപ്പള്ളിയും IIA തൃശൂർ സെന്ററും കൂടി സംഘടിപ്പിക്കുന്ന ദിശ എന്ന പരിപാടി ജൂൺ 29-30 IES കോളേജ് ഓഫ് ആർക്കിടെക്ചറിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആർക്കിടെക്ചർ പ്രൊഫഷനെക്കുറിച്ച് പൊതുസമൂഹത്തെ പരിചയപ്പെടുത്തുക എന്നതാണ് ദിശ ലക്ഷ്യമാക്കുന്നത്. വിദഗ്ധരായ ആർക്കിടെക്ട്സിന്റെ പ്രഭാഷണങ്ങൾ, ശില്പശാലകൾ എന്നിവയോടൊപ്പം കരകൗശല പ്രദർശനവും BArch വിദ്യാർത്ഥികളുടെ ഡിസൈൻ പ്രദർശനവും ഉണ്ടായിരിക്കുന്നതാണ്. 10, 11, 12 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും താൽപ്പര്യമുള്ളവർക്കും പ്രവേശനം സൗജന്യമാണ്. ഈ ദിവസങ്ങളിൽ പ്രമുഖ ആർക്കിടെക്റ്റുമാരായ വിനോദ് കുമാർ, ശ്യാം കുമാർ, ബ്രിജേഷ് ഉണ്ണി, ആനന്ദ് വിഷ്ണു, കാളിന്തി, ശ്യാംരാജ് ചന്ദ്രോത്ത്, പൂജ ബ്രിജീഷ് എന്നിവർ പങ്കെടുക്കുന്നതായിരിക്കും. ആർക്കിടെക്ചർ ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ പാനൽ ചർച്ചയും ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ മുള കൊണ്ടുള്ള ഫർണിച്ചർ നിർമ്മാണം, പേപ്പർ മോഡലുകൾ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നിവ കൊണ്ടുള്ള ശില്പശാലകളും നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്റ്റർ ചെയ്യുന്നതിനും www.iesca.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വാർത്താ സമ്മേളനത്തിൽ PS വിനീത, ബ്രിജേഷ് ഉണ്ണി, PK അൻവർ, VA ഹരി, TN വെങ്കിടേശ്വർ എന്നിവർ പങ്കെടുത്തു. 2004 അധ്യയന വർഷത്തെ സർക്കാർ ITI പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷകർക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അപേക്ഷയുടെ പ്രിന്റ് ഔട്ട്, അസൽ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവ സഹിതം ഏറ്റവും അടുത്തുള്ള സർക്കാർ ITIയിൽ നേരിട്ടെത്തി അപേക്ഷയുടെ വെരിഫിക്കേഷൻ നടത്തണം. അപേക്ഷ ജൂൺ 29 വൈകിട്ട് 5 സമർപ്പിക്കണം. വെരിഫിക്കേഷൻ നടത്തേണ്ട അവസാന തീയതി ജൂലൈ 6 വൈകിട്ട് 5 വരെ. അപേക്ഷാ ഫീസ് 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. എറിയാട് ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകർക്ക് ഉയർന്ന പ്രായപരിധിയില്ല. എല്ലാ ട്രേഡുകളിലും 30% വനിതാ സംവരണവും SC/ST വിഭാഗത്തിന് നിയമാനുസൃതമായ സംവരണവും ലഭിക്കും. മാടക്കത്തറ പഞ്ചായത്ത് കട്ടിലപ്പൂവം പ്രദേശത്ത് ആന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ച സ്ഥലം കർഷക മോർച്ച തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി NH പ്രശാന്ത് സന്ദർശിച്ചു. വർദ്ധിച്ചു വരുന്ന കാട്ടാനയുടെ ശല്യത്തിൽ കൂടുതൽ മലയോര കർഷകർ ദുരിതത്തിലാണ്. വരും നാളുകളിൽ ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് ഉടൻ പരിഹാരമുണ്ടാക്കണമെന്നും നാശനഷ്ടമുണ്ടായ കർഷകർക്ക് ന്യായമായ ധനസഹായം നൽകണമെന്നും അഭിപ്രായപ്പെട്ടു. പഞ്ചായത്തും ഫോറസ്റ്റും ഉടൻ തുടർ നടപടികൾ എടുത്തുകൊണ്ട് കർഷകരുടെ ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് അറുതി വരുത്തണമെന്നും അഭിപ്രായപ്പെട്ടു. BJP പീച്ചി മണ്ഡലം സെക്രട്ടറി അരുൺ ദിവാകരൻ, ഏരിയ ജനറൽ സെക്രട്ടറി വിശ്വനാഥൻ, ജീതു, അമൽ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. വടക്കാഞ്ചേരി ഉത്രാളിക്കാവിന് സമീപം നിയന്ത്രണം വിട്ട സ്കോർപിയോ ടിപ്പറിലും മതിലിലും ഇടിച്ചു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയായിരുന്നു അപകടം. വാഹനത്തിലുണ്ടായിരുന്ന ചെറുതുരുത്തി സ്വദേശികളായ നിഹാജ്, നാസർ എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃശൂർ ഭാഗത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഉത്രാളിക്കാവ് ക്ഷേത്രം കഴിഞ്ഞുള്ള വളവിൽ വാഹനം നിയന്ത്രണം വിടുകയായിരുന്നു. വേഗത്തിലെത്തിയ വാഹനം റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ടിപ്പറിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചതോടെ മതിലിലും തുടർന്ന് വാഹനം തിരിഞ്ഞ് പുറകുഭാഗം ടിപ്പറിലും ഇടിക്കുകയായിരുന്നു. വടക്കാഞ്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റവരെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോക്കൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓട്ടോമൊബൈൽ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകനെ നിയമിക്കുന്നു. അടിസ്ഥാന യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ 3 വർഷത്തെ ഓട്ടോമൊബൈൽ ഡിപ്ലോമ. ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളും പകർപ്പും സഹിതം ജൂലൈ 1 രാവിലെ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0494265197 സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ 16ാം ദ്വൈവാർഷിക സമ്മേളനം ജൂൺ 29-30 തീയതികളിൽ ശ്രീ ശങ്കര ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെഡിക്കൽ അലവൻസ് 3000 രൂപയാക്കുക, ഹെൽത്ത് സ്കീം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. 29-ന് 2:30 റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 മണിക്ക് പ്രതിനിധി സമ്മേളനം പ്രസിഡന്റ് R. ഇളങ്കോവർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ AK രത്നദാസ്, വേണുഗോപാൽ, PK സുബ്രഹ്മണ്യൻ, VA ഹരി, TN വെങ്കിടേശ്വരൻ എന്നിവർ പങ്കെടുത്തു. ഇടവേള. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ.
ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ഈ വർഷം വിജയകരമായി ബിരുദം പൂർത്തീകരിച്ചവർക്കായി കാലിക്കറ്റ് സർവകലാശാല 5 കേന്ദ്രങ്ങളിലായി പ്രഥമ ബിരുദാനന്തര ചടങ്ങ് സംഘടിപ്പിച്ചു. അഫിലിയേറ്റഡ് കോളേജുകൾ, വിദൂര വിദ്യാഭ്യാസ വിഭാഗം, പ്രൈവറ്റ് രജിസ്ട്രേഷൻ വഴി 2021-22 അക്കാദമി വർഷത്തിൽ വിവിധ UG കോഴ്സുകളിൽ പ്രവേശനം നേടുകയും 2024 കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ചവർക്കുമാണ് 5 ജില്ലകളിലെ കേന്ദ്രങ്ങളിലായി ബിരുദദാന ചടങ്ങുകൾ നടത്തിയത്. പാലക്കാട് യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് മുണ്ടൂർ ജൂൺ 25-നും, തൃശൂർ വിമല കോളേജ് ജൂൺ 26-നും, വയനാട് പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി ജൂൺ 28-നും, കോഴിക്കോട് സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി ജൂൺ 29-നും, മലപ്പുറം PSMO കോളേജ് തിരൂരങ്ങാടി ജൂലൈ 2 എന്നിങ്ങനെയാണ് പരിപാടി. വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ അണിയാനുള്ള ഗൗൺ, തൊപ്പി എന്നിവയ്ക്ക് പുറമെ സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കുന്നതിനുള്ള പ്രത്യേക ഫയൽ ഹോൾഡറും സർവകലാശാല നൽകുന്നുണ്ട്. QR കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ ബിരുദം സ്വീകരിക്കുന്നതിന്റെ ഫോട്ടോയും ഓരോരുത്തർക്കും ലഭ്യമാകും. കൂടാതെ ചായയും സർവകലാശാല ചെലവിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റിനായിട്ടുള്ള 2000 രൂപ മാത്രമേ വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്നുള്ളൂ. ഓരോ ജില്ലയിലും സിൻഡിക്കേറ്റ് അംഗം, ചെയർമാനും അതത് പ്രിൻസിപ്പാൾമാർ, കൺവീനറുമായ സമിതിയാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത്. മലപ്പുറത്ത് അഡ്വക്കേറ്റ് PK ഖലീമുദ്ദീൻ, കോഴിക്കോട് അഡ്വക്കേറ്റ് LG ലിജീഷ്, വയനാട് ഡോക്ടർ T സുമതി, തൃശൂർ ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, പാലക്കാട് ഡോക്ടർ റിച്ചാർഡ്സ് കറിയ എന്നീ സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് ചെയർമാൻമാർ. 63 വയസ്സായ റിട്ടയർഡായ ഒരു മുരളിയാണ് സീനിയറായിട്ട് ഡിഗ്രി നേടുന്നത്. അറിവ് നേടുക എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ജോലി നേടുക എന്ന് മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. പല നിർവചനങ്ങളും വിദ്യാഭ്യാസത്തിനെ കുറിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിർവചനം എന്ന് പറയുന്നത് ആത്മവാദിയുടെ നിർവചനമാണ്. ഒരിക്കൽ അന്തരീയമായിട്ടുള്ള അർത്ഥമായിട്ടുള്ള പുറത്തു കൊണ്ടുവരുന്നതായിരിക്കും വിദ്യാഭ്യാസം. ഓരോ വിദ്യാർത്ഥിക്കും ഓരോ പ്രത്യേക കഴിവാണ്. ആ കഴിവിനെ കണ്ടെത്തി പരിപോഷിച്ച് പുറത്തു കൊണ്ടുവരുന്നതായിരിക്കും വിദ്യാഭ്യാസം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലക്ഷ്യം നേടണമെങ്കിൽ ആദ്യം വിദ്യാർത്ഥിയാണ് അവരിലുള്ള കഴിവിനെ കണ്ടെത്തുന്നത്. അധ്യാപകരും രക്ഷിതാക്കളും ഉണ്ടാകുന്ന മാർഗനിർദ്ദേശങ്ങളും സൗകര്യങ്ങളും ഒരുക്കുന്നതിനുള്ള സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ കേരളയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് ഹോസ്പിറ്റൽ ഇൻ ഇൻഫെക്ഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈൻ പാർട്ട് ടൈം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ഡോക്ടർമാർ, ഡിഗ്രി, ഡിപ്ലോമയുള്ള നഴ്സിംഗ്, പാരാമെഡിക്കൽ, അഡ്മിനിസ്ട്രേഷൻ ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 30. വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 9048110031.
പൂച്ചട്ടി AKM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പാർലമെന്റ് സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജാഗ്രതാ സമിതി അംഗങ്ങളായ അഭിദേവ് M, അഭിനവ് കൃഷ്ണ എന്നിവർ സ്പീക്കറുടെയും മുഖ്യമന്ത്രിയുടെയും പദവി അലങ്കരിച്ചു. സ്പീക്കറുടെ ആമുഖ പ്രസംഗത്തോടെ സഭാ നടപടികൾ ആരംഭിച്ചു. വിദ്യാർത്ഥികൾ ജനപ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയും നൽകി. മന്ത്രിസഭാ യോഗത്തിൽ ലഹരിക്കെതിരെ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കുമെന്ന് ഓരോ വകുപ്പ് മന്ത്രിമാരും വിവരിച്ചു. കുട്ടികളുടെ പാർലമെന്റ് കാണുന്നതിനും നടപടിക്രമങ്ങൾ മനസ്സിലാക്കുന്നതിലും സ്കൂളിലെ മറ്റു കുട്ടികളും എത്തിയിരുന്നു. പോലീസ് വിഭാഗവും എക്സൈസ് വിഭാഗവും ഒത്തുചേർന്ന് ലഹരിയെ ഒഴിവാക്കാൻ പല പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് സർ. അതിനായി വകുപ്പ് മേധാവി എന്ന നിലയിൽ കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് സർ. ബഹുമാനപ്പെട്ട കായിക മന്ത്രിയോടാണ് എനിക്ക് ചോദിക്കാറുള്ളത്. കുട്ടികളുടെ കഴിവുകൾ കായിക മേഖലയിൽ തിരിച്ചുവിടുകയാണെങ്കിൽ ലഹരിയിൽ നിന്ന് ഒരു പരിധിവരെ മോചിതരാക്കാൻ സഹായിക്കുന്നത്. അതിനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൂടി. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള 28-ന് തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 21-ന് അവതരിപ്പിച്ച ബില്ല് സർക്കാർ പരിഗണിക്കാതെ തള്ളിക്കളഞ്ഞത് ഈ മേഖലയോടുള്ള കടുത്ത അവഗണനയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സാബു തൃപ്രയാർ, VS വേണു, PC ഹൈദ്രോസ്, ജോഷി ഇമ്മട്ടി, KT ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റും പീച്ചി സഹകരണ ബാങ്ക് മുൻ ഡയറക്ടറുമായിരുന്ന CV ജോസ് അന്തരിച്ചു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 3:30 ചുവന്നമണ്ണ് നിർമ്മലഗിരി സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ. പുലർച്ചെ 2:30 തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. അസുഖബാധിതനായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനധികൃതമായി നികത്തിയ ഭൂമി സർക്കാർ ചെലവിൽ പൂർവ്വസ്ഥിതിയിലാക്കി ആയതിനു ചിലവായ തുക ഭൂ ഉടമയിൽ നിന്ന് ഈടാക്കുമെന്ന് മന്ത്രി K രാജൻ നിയമസഭയിൽ പറഞ്ഞു. ലോക ലഹരി വിരുദ്ധ ദിനം വിവിധ വിദ്യാലയങ്ങളും സംഘടനകളും റാലിയും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. പുത്തൂർ പഞ്ചായത്തിന്റെ ഞാറ്റുവേല ചന്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ ജനങ്ങളിൽ നിന്നും അനർഹമായി വാങ്ങിയ നികുതി തിരികെ കൊടുക്കണമെന്ന് UDF നേതാവ് രാജൻ പല്ലൻ. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.